ഹലോ എവരിവൺ. കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ഒക്ടോബർ 2022 പ്രൊവിഷണൽ ആൻസർ കീ വന്നിരിക്കുകയാണ്. എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. കേരള ഗവൺമെൻറ്റിൻ്റെയും കേരള പരീക്ഷാ ഭവൻ്റെയും കേട്ടറ്റിൻ്റെയും വെബ്സൈറ്റിൽ ലഭ്യമാണ്. എല്ലാവർക്കും ആദ്യം തന്നെ വിജയാശംസകൾ നേരുകയാണ്. കാറ്റഗറി 1 and 2, 3യുടെ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും പ്രൊവിഷണൽ ആൻസർ കീ ലഭ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആൻസർ കീയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഗവൺമെൻറ് ആദ്യം പ്രൊവിഷണൽ ആൻസർ കീ ഇറക്കും. അതിനുശേഷം റെക്ടിഫൈ ആയിട്ട് എന്തെങ്കിലും ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ ആ ക്ലെയിമിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം വിധേയമാക്കിയതിന് ശേഷം ഒരു ആൻസർ കീ കൂടി ഇറക്കും. ശേഷം റിസൾട്ടാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ചില ചോദ്യങ്ങൾ തെറ്റാണ്, ഗവൺമെൻറ് കൊടുത്തത് തെറ്റാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഇതാണ് എന്നുള്ള രൂപത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു ഉത്തര സൂചികയിൽ സംബന്ധിച്ചിട്ടുള്ള പരീക്ഷാർത്ഥികളുടെ പരാതികളുമായി ബന്ധപ്പെട്ടിട്ട് പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള ഒരു അറിയിപ്പും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒന്നാമതായി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന കാര്യം അറിയിപ്പാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കണം. കേട്ടറ്റ് ഒക്ടോബർ 2022 കാറ്റഗറി 1 and 2, 3, 4 പരീക്ഷയുടെ ഉത്തര സൂചിക പരീക്ഷാർത്ഥികൾക്ക് പരിശോധിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പരിശോധിക്കുന്നതിന് വേണ്ടി പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഉത്തര സൂചികയിലെ സംബന്ധിച്ച് പരീക്ഷാർത്ഥികൾക്കുള്ള പരാതികൾ www.parikshabhavan.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള മാതൃകാ ഫോറത്തിൽ സമർപ്പിക്കാവുന്നതാണ്. പരാതിയോടൊപ്പം പരാതിയെ സാധൂകരിക്കുന്ന രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ 24/12/2022 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നേരിട്ടോ തപാൽ മാർഗമോ സെക്രട്ടറി പരീക്ഷാ ഭവൻ, പൂജപ്പുര, തിരുവനന്തപുരം 12 എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന നിശ്ചിത മാതൃകയിൽ അല്ലാത്തതുമായ പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുകയില്ല. പരാതികൾ അയക്കുന്ന ഒരു ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി, ഒരു പാർട്ട് എന്നിവ പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാനാവൂ. വ്യത്യസ്ത കാറ്റഗറിക്കും പ്രസ്തുത കാറ്റഗറിയിലെ പാർട്ടുകളും പ്രത്യേകം ഫോർമാറ്റ് ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടതാണ്. ശരി, ഇത് വായിച്ചാൽ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. 2-3 കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിലുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് പരാതികൾ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമുക്ക് ഏത് രൂപത്തിലും ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രധാനമായിട്ടും ഒന്ന് എന്ന് പറയുന്നത്, നിങ്ങൾ സാധൂകരിക്കുന്ന രേഖകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ റെഫറൻസ് ചെയ്യുന്ന കാര്യം, ഒതൻറ്റിസിറ്റിക്കുള്ള പുസ്തകങ്ങൾ ഏതാണോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഒരു കോപ്പി കൂടി കൊടുക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, 24/12 ഈ വരുന്ന 24-ാം തീയതിയാണ് അവസാന ഡേറ്റ്, 5 മണിക്കാണ്. അത് ഇവിടെയുള്ള ഈ അഡ്രസ്സിൽ നേരിട്ടോ അല്ലെങ്കിൽ തപാൽ മുഖേനയോ നമുക്ക് കൊടുക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാറ്റഗറിയിലുള്ള ഒരു മിസ്റ്റേക്സ് നിങ്ങൾ പ്രത്യേകിച്ച് ഞാനിനി പറയാൻ പോകുന്ന ഫോമിൻ്റെ ബേസിൽ അത് ഒറ്റ ഫോമിലായിരിക്കണം കൊടുക്കേണ്ടത്. അല്ലാതെ എല്ലാ കാറ്റഗറിയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഫോമിൽ എല്ലാം കൂടി കൊടുക്കാൻ പറ്റൂല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ ഈ അറിയിപ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ശരി, ഇനി നമുക്ക് ഈ കേട്ടറ്റ് ഒക്ടോബർ 2022 ഫോം ഒരു ഫോർമാറ്റ് ഉണ്ട്. ഫോർ കംപ്ലൈൻറ്റ്സ് റിഗാർഡിംഗ് പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ്ഡ് ഇൻ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് പരീക്ഷാ ഭവൻ. പരീക്ഷാ ഭവൻ പ്രസിദ്ധീകരിച്ച ആൻസർ കീയുടെ, പ്രൊവിഷണൽ ആൻസർ കീയെ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത് ഞാൻ അറിയിപ്പാണ്. ഈ ഫോമാണ് ഓരോരുത്തർ കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് നൽകേണ്ടത്. ഇവിടെ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കാറ്റഗറി എഴുതണം. സബ്ജക്റ്റ് പാർട്ട് 1, 2, 3 ആണല്ലോ ഇപ്പോൾ ഓരോ സബ്ജക്റ്റുകൾ. അപ്പോൾ അത് ഏത് പാർട്ടിലാണ്, 1 ആണോ 2 ആണോ 3 ആണോ വേണം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് വേണം. ഏത് സെറ്റാണ്, ABCD എന്ന് പറഞ്ഞിട്ട് സെറ്റ് ഉണ്ടാവുമല്ലോ. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. സെറ്റും വേണം. കാരണം A സെറ്റിലാണ്, ഇപ്പോൾ നിങ്ങളെ സെറ്റ് വേറെ ആണെങ്കിൽ പല ആളുടെയും പല രൂപത്തിലായിരിക്കും സെറ്റ് ഉണ്ടാവുക. അതിൽ ഏത് സെറ്റാണോ ആ സെറ്റ് അവിടെ രേഖപ്പെടുത്തിയിട്ട്
ക്വസ്റ്റ്യൻ നമ്പർ ആൻഡ് ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം അവിടെ എഴുതിയാൽ പോരാ. ഇപ്പോൾ 34ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 22ാമത്തെ ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ അവിടെ എഴുതുക. എന്നിട്ട് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ഇൻ ദ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഏതാണെന്ന് കൊടുക്കുക. ആൻസർ, അതായത് ആൻസർ കീ കൊടുത്തത് ബി ആണ് അല്ലെങ്കിൽ സി ആണെന്ന് കൊടുക്കുക. എന്നിട്ടല്ല ഇത് ബി അല്ല അല്ലെങ്കിൽ എ ആണ് എന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് കറക്റ്റ് ഓപ്ഷൻ കൊടുത്ത് ശേഷം അടിയിൽ പിന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ പ്ലേസും ഡേറ്റും അതേപോലെ തന്നെ റോൾ നമ്പറും അഡ്രസ്സും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അതിലേക്ക് എക്സ്ക്ലൂസ് ചെയ്തതിന് ശേഷം അത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പേര്, ഡേറ്റ്, സിഗ്നേച്ചർ, റോൾ നമ്പർ, അഡ്രസ്സ്. അഥവാ ഇപ്പോൾ അപ്ലിക്കേഷൻ ചെയ്ത ആൾക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് റോൾ നമ്പർ അടക്കം ചോദിച്ചത്. അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കോപ്പീസ് എല്ലാം, നിങ്ങളുടെ രേഖയുമായി ബന്ധപ്പെട്ട കോപ്പീസ് എല്ലാം പിറകിൽ അറ്റാച്ച് ചെയ്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങൾ കൊടുക്കുക. അതേപോലെ തന്നെ കറക്റ്റ് അഡ്രസ്സും നിങ്ങളുടെ അഡ്രസ്സും കൊടുത്തിട്ട് പരീക്ഷ ഭവൻ്റെ പിന്നെ പൂജപ്പുരയിലുള്ള അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ കംപ്ലൈൻറ്റും നിങ്ങളുടെ പിന്നെ നൽകിയിട്ടുള്ള റെഫറൻസും, അതായത് കറക്റ്റ് ഓപ്ഷനും ഡോക്യുമെൻറ്റ്സും ഒക്കെ നിങ്ങൾ അതേ കോപ്പി തന്നെ, ഫോട്ടോസ്റ്റാറ്റിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ വേറെ തന്നെ വെക്കുകയും ചെയ്യുന്നത് നന്നാകും. പലപ്പോഴും ഇതിന് ശേഷം നമ്മൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിമിന് ശേഷം 24ാം തീയതിക്ക് ശേഷം റെക്ടിഫൈഡ് ആയിട്ടുള്ള ആൻസർ കീ വരും. അതിൽ ചില ആൻസർ കീ ഒഴിവാക്കാറുണ്ട്, ചില ആൻസർ കീ ചേഞ്ച് വരാറൊക്കെ ഉണ്ട്. അതിന് ശേഷമാണ് റിസൾട്ട് വരിക. എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. പരമാവധി നമ്മുടെ ആൻസർ കീ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അധ്യാപകരും നിങ്ങൾ അറിയുന്ന ആളുകളുമായി അതിൻ്റെ ഒതൻറ്റിസിറ്റി, റെഫറൻസ് കറക്റ്റ് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് മുന്നോട്ട് പോവുക. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.